Today we will learn about buffers, acids and bases. The first serious attempt to explain acids and bases was made by the Swedish chemist Arrhenius 1884. ഒത്തിരി പേര് ആസിഡ്സിന്റെയും ബേസസിന്റെയും ഒക്കെ ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. And the first attempt to explain acids and bases was made by the Swedish chemist Arrhenius. He defined acids as a substance which give away H plus ions or hydronium ions in the aqueous solutions, and bases as a substance which give away OH minus ions in aqueous solutions. Acid എന്ന് പറയുന്നത് H plus ionsനെ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസിനെ കൊടുക്കുന്ന സബ്സ്റ്റൻസും ബേസ് എന്നത് OH മൈനസ് അയോൺസിനെ കൊടുക്കുന്ന സബ്സ്റ്റൻസുമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം അക്വസ് സൊല്യൂഷൻസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. The protonic theory or Bronsted-Lowry theory. The simplest and the most useful definition of acids and bases is that of Bronsted and Lowry, 1923. According to this theory, acids are proton donors and bases are proton acceptors. പക്ഷെ സിമ്പിളും മോസ്റ്റ് യൂസ്ഫുള്ളും ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തത് ബ്രോൺസ്റ്റഡും ലോറിയും ആണ്. ഇതിന് പ്രോട്ടോണിക് തിയറി അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ് ലോറി തിയറി എന്നൊക്കെ പറയും. ഈ തിയറി അനുസരിച്ച് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണറും ബേസ് എന്നത് പ്രോട്ടോൺ അക്സെപ്റ്ററും ആണ്. ആസിഡ് പ്രോട്ടോൺ ഡോണറും ബേസ് പ്രോട്ടോൺ അക്സെപ്റ്ററും ആണ്. An acid dissociates into a proton and a base, whereas a base associates with a proton to form an acid. Bronsted-Lowry concept അനുസരിച്ച് ഒരു ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് പ്രോട്ടോണും ബേസും ഫോം ചെയ്യും. ബേസ് ആണെങ്കിൽ ഒരു പ്രോട്ടോൺ അസോസിയേറ്റ് ചെയ്ത് ആസിഡ് ആയിട്ട് മാറും. Molecules which cannot as such combine with the protons are termed alkalis instead of bases. Example, NaOH, KOH, etc. ഇനി H plus ions ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത മോളിക്യൂൾസ് ഉണ്ട്, അതിനെ ആൽക്കലീസ് എന്ന് വിളിക്കും ഇൻസ്റ്റെഡ് ഓഫ് ബേസസ്. എക്സാമ്പിൾ ആണ് NaOHഉം KOHഉം ഒക്കെ. Substance which can act both as acids and bases are called amphoteric substances, also called amphiprotic. They can donate and accept protons. Example, H2O, NH3, etc. ഇനി ഒരു സബ്സ്റ്റൻസിന് തന്നെ ആസിഡ് ആയും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനും കഴിയും. ഇതിനെയാണ് നമ്മൾ ആംഫോടെറിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആംഫിപ്രോട്ടിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. Some examples of acids dissociating into protons and bases. Examples ആണ്, കുറച്ച് ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. HCl ഡിസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ H പ്ലസും Cl മൈനസും. HCN H പ്ലസ് ആൻഡ് Cn minus. NH3 അത് H പ്ലസും NH2 ആയിട്ട്. H2O അത് H പ്ലസും OH മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. An acid and its corresponding base are termed conjugates. ഒരു ആസിഡും അതിന്റെ കറസ്പോണ്ടിങ് ബേസും ആണ് കോൺജുഗേറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ആസിഡിൽ നിന്ന് അതിന്റെ H പ്ലസ് അയോൺസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. NH2 is the conjugate base of NH3. എക്സാമ്പിൾ കൊടുത്തേക്കോ, NH2 കോൺജുഗേറ്റ് ബേസ് ആണ് NH3യുടെ. അല്ലെ Cl minus is the conjugate base of acid HCl. According to Bronsted-Lowry theory, the weakest acid has the strongest conjugate base
and the strongest acid has the weakest conjugate base. Bronsted-Lowry concept അനുസരിച്ച് weakest acidന് strongest conjugate baseഉം strongest acidന് weakest conjugate baseഉം ആയിരിക്കും. Thus, the strength of an acid is inversely related to the strength of its conjugate base. Strength എന്ന് പറയുന്നത് അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സ്ട്രെങ്ത്തിനോട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും. The general properties of acid and bases. ആസിഡിന്റെ general properties നോക്കിക്കഴിഞ്ഞാൽ taste sour, in solution will have pH below 7 and changes litmus from blue to red, react with the bases, metal hydroxides and oxides to form salts and water. Next, react with the metals forming salts and hydrogen. Next, acids liberate carbon dioxide from metal carbonates and bicarbonates. ആസിഡിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ സോർ ടേസ്റ്റ് ആയിരിക്കും, pH ബിലോ 7 ആയിരിക്കും, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. ദെൻ ആസിഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും ഹൈഡ്രജനുമായിട്ട് മാറും. ആസിഡ് മെറ്റൽ കാർബോണേറ്റ്സും ബൈകാർബണേറ്റും ആയിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. Then bases നോക്കുകയാണെങ്കിൽ bitter taste, soapy and slippery nature in solution. Basic solutions have a pH greater than 7 and turn red litmus to blue and ability to react with the neutralized acids to form salts. Base bitter taste ആയിരിക്കും, soapy or slippery nature ആയിരിക്കും സൊല്യൂഷനിൽ, pH above 7 ആയിരിക്കും, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ ബേസിന് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് സോൾട്ട് ആയിട്ട് മാറും. മേജർ ഗ്രൂപ്പ്സ് ഓഫ് ആസിഡ്സ് രണ്ട് മേജർ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇനോർഗാനിക്കും ഓർഗാനിക്കും. And inorganic acid includes mineral acids, example sulfuric, nitric acid, hydrochloric acid and phosphoric acid. Inorganic acid ൽ വരുന്നതാണ് sulfuric acid, nitric acid, hydrochloric acid, phosphoric acid ഒക്കെ mineral acids ആണ്. ഇനി organic acids ഉണ്ട്. Organic acids include carboxylic acids, fatty acids and amino acids. Organic acids in carboxylic acid, fatty acid and amino acids ഉണ്ട്. അതായത് ആദ്യം carboxylic acid നോക്കാം. ഇത് contain COOH group. എന്നാൽ COOH group ഉള്ള acids ആണ് carboxylic acids എന്ന് പറയുന്നത്. ഈ carboxylic acid തന്നെ മോണോകാർബോക്സിലിക് ആസിഡ് ഉണ്ട്, ഡൈകാർബോക്സിലിക് ആസിഡ് ഉണ്ട്, ട്രൈകാർബോക്സിലിക് ആസിഡ് ഉണ്ട്. സിംഗിൾ COH ഗ്രൂപ്പ് ഉള്ളതാണ് മോണോകാർബോക്സിലിക് ആസിഡ്. ഇതിന് അസറ്റിക് ആസിഡും ഫോമിക് ആസിഡും ഒക്കെ ആലിഫാറ്റിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡും സാലിസിലിക് ആസിഡും ഒക്കെ ആരോമാറ്റിക് ആസിഡ് ആണ്. കണ്ടോ, ആലിഫാറ്റിക് എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് ഫോമിക് ആസിഡ്. And aromatic acids, benzoic acid and salicylic acid. Dicarboxylic acid contain 2 COH group. Oxalic acid, adipic acid, phthalic acid ഒക്കെ example ആണ് dicarboxylic acid. ഇനി tricarboxylic acid ഉണ്ട്, contain COOH group 3 contain 3 COOH groups. Example ആണ് citric acid. അടുത്തത് fatty acid. Fatty acid also contains COOH group.
and but they are of animal and plant origin. They are derived from animals and plants. Example, aliphatic fatty acid example ആണ് oleic acid palmitic acid. Aromatic fatty acid example ആണ് phenyl stearic acid. Amino acid, nitrogen ഉള്ള groups, nitrogen containing organic acid found in proteins. Example, aspartic acid, glutamic acid. ഇത്രയാണ് acids and bases. Then buffers. ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ഒരു കോൺസ്റ്റന്റ് pH മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇത് ഏകദേശം ലിവിങ് ഓർഗാനിസംസിന് വരുമ്പം ഏകദേശം ന്യൂട്രൽ pH 7 അടുത്തായിട്ട് വരും. ഇതിനൊക്കെ സഹായിക്കുന്ന സൊല്യൂഷൻ ആണ് ബയോളജിക്കൽ ബഫേഴ്സ് എന്ന് പറയുന്നത്. Buffer is an aqueous system or an acid-base balancing solution capable of resisting any change in the pH of a solution when an excess of acid or bases are added to it. ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ pH ചേഞ്ച് ചെയ്യും. അക്വസ് സൊല്യൂഷനിൽ ഇങ്ങനെ എന്തെങ്കിലും pH ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ചിന് റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസിങ് സൊല്യൂഷൻ ആണ് ബഫർ എന്ന് പറയുന്നത്. A buffer solution commonly consists of a weak acid and its conjugate base or a weak base and its conjugate acid. കോമൺ ആയിട്ട് ബഫർ എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസ് അല്ലെങ്കിൽ വീക്ക് ബേസ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും ആണ്. എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്, അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഇതൊക്കെയാണ് ബഫറിന് എക്സാമ്പിൾ. The capacity or effectiveness of a buffer system to resist the fluctuations in pH is called buffering capacity. Capacity അല്ലെങ്കിൽ effectiveness of a buffering system to resist the fluctuations of pH is called buffering capacity. The buffering capacity is directly proportional to the molar concentration of the buffer components. ബഫർ കമ്പോണൻസിന്റെ മോളാർ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ബഫറിംഗ് കപ്പാസിറ്റി. ബഫറിംഗ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആസിഡ് or its conjugate base അല്ലെങ്കിൽ weak base or its conjugate acid ആവും. A buffer system is most efficient and most effective when the concentration of its acidic and basic constituents are the same. ഈ ആസിഡ് ബേസ് കോൺസ്റ്റിറ്റ്യുവൻസി ഈക്വൽ ആവുമ്പോഴാണ് ഒരു ബഫർ സിസ്റ്റം മോർ എഫക്റ്റീവ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. The phosphoric acid phosphate buffer system is the main intracellular buffer. The phosphoric acid phosphate buffer system ആണ് മെയിൻ intracellular buffer എന്ന് പറയുന്നത്. ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് H2PO4 എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണറും ബൈഫോസ്ഫേറ്റ് HPO4 പ്രോട്ടോൺ അക്സെപ്റ്ററും ആണ്. Consisting of phosphoric acid as a proton donor and biphosphate as a proton acceptor. ഇനി അടുത്തത് കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം is the main extracellular buffer. The main extracellular buffer ആണ് കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ. ഈ ബ്ലഡ് പ്ലാസ്മയിലൊക്കെ pH മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ സിസ്റ്റം. H2CO3 HCO3- plus H+. ഇവിടെ കാർബോണിക് ആസിഡ് H2CO3 പ്രോട്ടോൺ ഡൊണേറ്ററും
Bicarbonate HCO3 proton acceptor ആണ്. Organic phosphate, amino acid, proteins and hemoglobin also serve as buffers in biological systems. ഇതുപോലെ organic phosphate, amino acids, proteins, hemoglobin ഒക്കെ biological systemത്തിലെ buffer ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് acid, bases and buffers പഠിക്കാനുള്ളത്.